ഹായ് ഡിയർ സ്റ്റുഡൻസ്, മക്കളെ എല്ലാവരും ബോർഡ് എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ? റിവൈസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ ഈ സമയത്ത്. അപ്പം നമുക്ക് ഇന്ന് ഈ സെഷനിൽ ഒരു 5 ചാപ്റ്റർ ഒന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 5 ചാപ്റ്ററിൻ്റെയും ഒരു ക്വിക്ക് റിവിഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ബോർഡ് ക്വസ്റ്റ്യൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോർഡ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെ ആ ചാപ്റ്റർ എന്ന് നോക്കാം. ഓരോ ചാപ്റ്ററും അതിൻ്റെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ 4 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് അത് ഈസി ആയിട്ട് 4 മാർക്ക് മേടിക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ്, ആകെ ഒരു എക്സസൈസേ ഉള്ളൂ അല്ലേ? അടുത്ത ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഈ 2 ചാപ്റ്റർ ഒരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും എന്താണ്, അതിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുവാണെങ്കിൽ ആ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും. 6 മാർക്കും ഓരോ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്ത 2 ചാപ്റ്റർ ആണ് വെക്റ്റർ ഓൾജിബ്ര, അതുപോലെ 3 ഡയമെൻഷണൽ ജോമെട്രി. 2 സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലേ? അതിൽ നിന്നുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. 2 സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കിയാലുണ്ടല്ലോ മക്കളെ, നമുക്ക് നല്ല സ്കോർ തന്നെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം ഈ ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്നും കൂടെ നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാവോ? എന്താണ്ട് ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ടേബിൾ എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡൊമൈനും റേഞ്ചും. അതിൽ റേഞ്ചിൻ്റെ വേറൊരു പേരാണ് എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ലിമിറ്റ് ഓരോന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനായിട്ട് വേണേ ഒരു ചെറിയ ടിപ്പ് തരാം. ഒന്ന് നോക്കിയാൽ മക്കളെ, ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സും തമ്മിൽ റിലേറ്റഡ് ആണോ എന്ന് നോക്കിയേ. സൈൻ ഇൻവേഴ്സ് എക്സ് വരുമ്പം ക്ലോസ്ഡ് -π/2 π/2. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പം ക്ലോസ്ഡ് -π/2 π/2ൽ നിന്നും ആരെ ഒഴിവാക്കുന്നുണ്ട്? 0 എന്ന് പറഞ്ഞ വാല്യൂ ഒഴിവാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ 0യെ ഒഴിവാക്കുന്നത്? 0 വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ് കേസ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത ടാൻ ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ എന്താണ്? ഓപ്പൺ ഇന്റർവൽ -π/2 π/2. അപ്പൊ ഇത് മൂന്നും തമ്മിൽ റിലേറ്റഡ് അല്ലേ? അപ്പൊ പെട്ടെന്ന് പഠിച്ചല്ലോ. അടുത്ത ഇനി 3 എണ്ണം ഒന്ന് നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ്, അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്. അതിലെ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0π ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ ക്ലോസ്ഡ് 0πയിൽ നിന്നും ആരെ ഒഴിവാക്കി? π/2നെ ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയേ? ആ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്ത കോട്ട് ഇൻവേഴ്സ് എക്സ് നോക്കിയാൽ മക്കളെ ഓപ്പൺ 0π എന്നാണ്. അപ്പൊ അത് മൂന്നും തമ്മിൽ റിലേറ്റഡാ. അപ്പൊ ഇപ്പം വേഗം തന്നെ പഠിച്ചു കഴിഞ്ഞില്ലേ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ, ഇല്ല അല്ലേ? അപ്പൊ ഈ ഒരു വാല്യൂസ് അറിഞ്ഞിരിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. അപ്പൊ സ്റ്റാൻഡേർഡ് വാല്യൂ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ എപ്പം പഠിക്കുന്നതാണ്? 10ാം ക്ലാസ്സിലെ പഠിച്ചു വെക്കുന്നതാണ് അല്ലേ? സൈൻ 30 എന്താ, കോസ് 30 എന്താ, കോസ് 60 എന്താന്നൊക്കെ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വെച്ചൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞ ഒരു ചോദ്യം വന്നാൽ എങ്ങനായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്? ഒരു 1 മാർക്കിനൊക്കെ ഉള്ള ഒരു ചോദ്യം, MCQ ആണെങ്കിൽ ഡയറക്റ്റ് ആൻസർ മതി. ഇനി അതല്ല, ഒരു 1 മാർക്കിന്റെ ചോദ്യമാണ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റെപ്പ് എഴുതുന്നത്? ലെറ്റ് y = സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതുക. അതിനുശേഷം സൈൻ y = 1/2. സൈൻ y = 1/2 വരുന്നത് എപ്പോഴാണ് മക്കളെ? സൈനിന്റെ കേസിൽ സൈൻ 30 ആണ് അല്ലേ? 30യുടെ റേഡിയൻ വാല്യൂ എന്താണ്?
π/6 ആണ്. സോ sin π/6 ഇതിൽ നിന്ന് y is equal to π/6 എന്തെഴുതാം നമുക്ക്? therefore the principal value of sin inverse 1/2 is π/6 എന്ന് എഴുതാം. ഫുൾ മാർക്ക് കിട്ടത്തില്ലേ? അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇതെല്ലാം ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? π/2 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം therefore cos of π/2 എന്താണ് മക്കളെ? π/2 90 ആണ്. cos 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? സോ വാല്യൂ എന്താണ്? 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഏതാണ്ട് വീണ്ടും പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അപ്പം കോസ് ഇൻവേഴ്സ് 1/2 എളുപ്പമാണ് അല്ലേ? MCQ ആണ്. അപ്പൊ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല, ആൻസർ മാത്രം എഴുതിയാൽ മതി. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ സൈൻ ഇൻവേഴ്സിന്റെ ചെയ്ത പോലെ ലെറ്റ് കോസ് ഇൻവേഴ്സ് 1/2 is equal to y എന്ന് എഴുതുക. cos y is equal to 1/2. എപ്പോഴാണ് കോസിന് 1/2 വാല്യൂ വരുന്നത്? 60 ആണ് അല്ലേ? 60യുടെ റേഡിയൻ വാല്യൂ എന്താണ്? π/3. സോ cos ഓഫ് π/3. സോ y is equal to π/3 എന്ന് എഴുതാം. ഇവിടെ ഓപ്ഷൻ ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഫുൾ മാർക്ക് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ ആ ടേബിൾ പഠിച്ചു വെക്കണമെന്ന്. അപ്പൊ ആ ടേബിൾ പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ റേഞ്ച് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് ചോദിക്കാം. അത് ഏതിന്റെ വേണമെങ്കിലും ചോദിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെയോ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഏതിന്റെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്കിങ് പോരത്തില്ലേ? പോരും അല്ലേ? അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് ഏതൊക്കെയായിരുന്നു മക്കളെ റിലേറ്റഡ്? ഓർമ്മയുണ്ടോ? കോസ്, സീക്ക്, കോട്ട് എല്ലാം റിലേറ്റഡ് ആണ് അല്ലേ? അപ്പൊ കോസിന്റെ വരുമ്പോഴേ എങ്ങനായിരുന്നു? ക്ലോസ്ഡ് 0π ആയിരുന്നു. ഓപ്ഷൻ ബി അല്ലേ ഇവിടുത്തെ ആൻസർ വരുന്നേ? റേഞ്ച്. ഡൊമൈൻ ആണോ റേഞ്ച് ആണോ എന്ന് ശ്രദ്ധിച്ചോണേ, തെറ്റിപ്പോകല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ്. അപ്പൊ ഇത്ര നേരം നമുക്ക് ഒരെണ്ണത്തിന്റെയൊക്കെ ഒരു ടേമേ ചോദിച്ചിട്ടുള്ളായിരുന്നു അല്ലേ? ഇപ്പൊ എന്താണ്ട് രണ്ടെണ്ണം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? രണ്ടും കൂടെ കണ്ടിട്ടങ്ങ് ആഡ് ചെയ്താൽ പോരെ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? cos inverse of -1/2 plus 2 sin inverse of 1/2. നമ്മൾ പഠിച്ചിട്ടുണ്ട് cos inverse of negative theta എന്ന് പറയുന്നത് എന്താണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് തീറ്റ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം, പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഈ കോസ് ഇൻവേഴ്സിന് 1/2 വരുന്നത് തൊട്ട് മുന്നേ ചെയ്തതായിരുന്നു. ഏതാണ്? 60 ആയിരുന്നു, അതായത് π/3 ആയിരുന്നു അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എന്തായിരുന്നു? 30, അതായത് π/6 ആയിരുന്നു അല്ലേ? സോ π/6. അപ്പൊ പൈ മൈനസ് π/3 എന്ന് പറയുന്നത് എന്താണ്? 2π/3 ആണ്, പ്ലസ് π/3 ആണ്. ആഡ് ചെയ്യുമ്പോൾ 3π/3. ആൻസർ എന്ന് പറയുന്നത് പൈ എന്ന് കിട്ടിയില്ലേ എല്ലാവർക്കും? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പൊ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മക്കളെ. ആ ടേബിൾ അങ്ങ് മാത്രം പഠിച്ചാൽ മതി. ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അറിഞ്ഞിരിക്കുവാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാൽക്കുലസിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അല്ലേ? അതിലെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്? കണ്ടിന്യൂറ്റി പൊതുവെ ഒരു ഇച്ചിരി പാടാണെന്നാണ് കുട്ടികൾ പറയുന്നത്, പക്ഷെ സിമ്പിൾ ആണ്. എല്ലാ വർഷവും ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. അപ്പൊ ഏതാണ് ആ ചോദ്യം എന്ന് നോക്കുക അല്ലേ? അപ്പൊ അതിന് മുന്നേ എന്താണ് കണ്ടിന്യൂറ്റി? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതാം. limit x tends to c plus f of x is equal to limit x tends to c minus f of x. LHL is equal to RHL വരുമ്പോഴാണ് എന്ത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ഏത് ചോദ്യമാണെന്ന് നമുക്ക് നോക്കിയാലോ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ k so that the function f of x is equal to kx plus 1 if x less than or equal to 5 and 3x minus 5 if x greater than 5.
is continuous. So given that the function is continuous. Continuous എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ എഴുതാം? ഡയറക്റ്റ് തന്നെ LHL is equal to RHL എന്ന് എഴുതിയിട്ട് ആ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഉറപ്പായിട്ടും ചോദിക്കും. ദാ നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ എന്നാ മക്കളെ പോയിന്റ് തന്നിരിക്കുന്ന 5 ആണ് അല്ലേ? 5 x ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5 മൈനസ് ആണ്. 5 minus f of x is equal to limit x tends to 5 plus f of x. 5 plus എന്ന് പറഞ്ഞാൽ എന്താ? x greater than 5 എന്നാ പറയുന്നത്. സോ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ഇത് ഡയറക്റ്റ് നമുക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുക given that the function is continuous, therefore limit x tends to 5 minus f of x is equal to limit x tends to 5 plus f of x. Okay, 5 plus ആണിത്. അപ്പം നമുക്ക് നോക്കാം, limit x tends to 5 minus means x less than വരുമ്പോഴുള്ള ഫംഗ്ഷൻ ഏതാണ്? kx plus 1 അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് വരുമ്പോൾ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 5. അന്നേരമുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x മൈനസ് 5 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ആ എക്സിന് ആ വാല്യൂ കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എക്സിന് വാല്യൂ ഒന്ന് കൊടുത്തേ, k ഇൻറ്റു 5. ഈ 5 മൈനസ് എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് -5 ഒന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. 5 മൈനസ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? ലെഫ്റ്റ് റീജിയൻ എന്ന് കാണിച്ചേക്കുന്നേ ഉള്ളൂ, അല്ലാതെ അത് -5 അല്ല. എക്സിന്റെ വാല്യൂ 5 തന്നെയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. സോ k ഇൻറ്റു 5 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് 5. സോ 5k പ്ലസ് 1 is equal to 15 minus 5. 5k plus 1 is equal to 10. 5k is equal to 9 and k is equal to 9 by 5. 3 മാർക്കും കിട്ടത്തില്ല മക്കളെ? കിട്ടുമല്ലോ അല്ലേ? ഈസി ആയിട്ടുള്ള അല്ലേ ഇങ്ങനത്തെയും ക്വസ്റ്റ്യന്? ഷുവർ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചിട്ട് പോകുക. അടുത്ത നമ്മൾ ഡെറിവേറ്റീവിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ അതിനായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നോക്കി. ഏതൊക്കെ ഫങ്ഷൻ ആണെന്ന് ആദ്യം പറയാം. അതുപോലെ ഈ ഓരോ ഫങ്ഷന് എങ്ങനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടതെന്നും നോക്കാം നമുക്ക് അല്ലേ. ആദ്യം നമുക്കതൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇതിന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് എന്നൊന്ന് പരിചയപ്പെട്ടാലോ? നോക്കാം. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് കോമ്പോസൈറ്റ് ഫംഗ്ഷൻ. എന്തുവാ മക്കളെ ഈ കോമ്പോസൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാവേ. ദാണ്ട് സൈൻ ഓഫ് 2x plus 3 ഇതൊരു കോമ്പോസൈറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ കാണുന്നത്? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ചെയിൻ റൂൾ. എങ്ങനായിരുന്നു ചെയിൻ റൂള്? ആദ്യം ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്നർ മോസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇങ്ങനെ കണ്ടു പോകുന്നതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാണുവാണെങ്കിൽ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഓഫ് 2x plus 3 ഇൻറ്റു 2x plus 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 2. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 2 ഇൻറ്റു കോസ് ഓഫ് 2x plus 3 എന്നാണ് ഇതിന്റെ ആൻസർ. ഇപ്പൊ കോമ്പോസൈറ്റ് ഫംഗ്ഷന്റെ ചോദ്യം വന്നാൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ നിന്നുള്ളതാകാം. എന്താണ് ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു മക്കളെ? എക്സും വൈയും എല്ലാം കൂടെ ചേർന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം y പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു xy ഇങ്ങനെ ഒരു ചോദ്യം വന്നെന്ന് വിചാരിച്ചോ. എന്ത് ഇക്വേഷൻ ആണ്? ഇത് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ചോദ്യം വരുവാണെങ്കിൽ എങ്ങനെ ആയിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് കണ്ടത്? രണ്ട് സൈഡും ഒരേപോലെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ഏറ്റവും ഫൈനൽ ആൻസറിൽ എന്ത് കണ്ടു? dy/dx എന്ന് മാത്രം LHSൽ എഴുതിയിട്ട് ബാക്കിയെല്ലാം RHSൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കിയാൽ മക്കളെ, dy/dx plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു x? 2x which is equal to xy എന്ന് നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് കാണുന്നത്? പ്രോഡക്റ്റ് റൂൾ ആണ് അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x is 1. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. dy/dx രണ്ട് സൈഡിലും ഉണ്ട്, അതിനെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, which is equal to y minus 2x. dy/dx കോമൺ എടുക്കുക into 1 minus x equal to y minus 2x. dy/dx is equal to y minus 2x divided by 1 minus x. ഓക്കെ അല്ലേ? ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ നിന്ന് ചോദ്യം വന്നാൽ ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക്
പരിചയപ്പെടുന്ന ഫംഗ്ഷൻ ഏതായിരുന്നു? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് പഠിച്ചു. എന്തായിരുന്നു? 1/√(1 - x². കോസ് ഇൻവേഴ്സ് എക്സ് എന്തായിരുന്നു? -1/√(1 - x. ഇങ്ങനെ ഓരോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവിന്റെ റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചു. ആ ഡയറക്റ്റ് റിസൾട്ട് ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും അത് നമുക്ക് ഡെറിവേറ്റീവ് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതിനായിട്ട് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഏതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? cos 2θ, sin 2θ, tan 2θ, അതുപോലെ tan 3θ, cos 3θ, sin 3θ. ഇത്രയൊക്കെ എളുപ്പമൊന്ന് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു മക്കളെ ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ പ്രോബ്ലം വരുന്നത്? y = ഈ എക്സ് റേസ് ടു സൈൻ എക്സ്, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കേണ്ടത്. ഓർമ്മയുണ്ടോ? അതെങ്ങനെയായിരുന്നു ചെയ്യുന്നത്? രണ്ട് സൈഡും ലോഗ് എടുക്കുന്നു. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ എന്നാ വരും? ലോഗ് y = sin x × x എന്ന് എഴുതി. അതെങ്ങനെ sin x × log x എന്നേ. അതെങ്ങനെയാണ് ഈ sin x × log x എന്ന് പറഞ്ഞേ? log a⁻n എന്ന് പറഞ്ഞാൽ n log a ആണ്. സോ sin x × log x എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. പിന്നെ അതിനുശേഷം എന്നാ ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതി. തൊട്ട് മുന്നേ നമ്മൾ ഇംപ്ലിസിറ്റ് ചെയ്ത പോലെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy/dx അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതിന്റെ ആൻസർ കിട്ടും. അതായിരുന്നു ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അടുത്ത വരുന്ന ഏതാണ്? പാരാമെട്രിക് ഫോം. എങ്ങനായിരുന്നു പാരാമെട്രിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ വരുന്നത്? x = sin θ, y = cos θ. അപ്പൊ ഇവിടെ എക്സും വൈയും തന്നിരിക്കുന്നത് ഏത് പാരാമീറ്ററിലാണ്? തീറ്റ എന്ന് പറഞ്ഞ പാരാമീറ്ററിലാണ് അല്ലേ? അപ്പം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനുശേഷം വൈയെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ പാരാമീറ്റർ ടി ആയിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും തരാം. എന്താണോ പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പാരാമീറ്റർ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്നാ കാണണം? dy/dx കാണാനായിട്ടാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പൊ ഇതിനെ dy/dθ /dx/dθ ചെയ്യണം. ആൻസർ കിട്ടത്തില്ലേ? അടുത്ത എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇതേ ടൈപ്പ് ഏത് ക്വസ്റ്റ്യനും എന്തും ചോദിക്കാം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും ചോദിക്കാം. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു പ്രാവശ്യം കൂടെ ഇങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ x = sin θ എന്ന് തന്നെന്ന് വിചാരിച്ചോ. ഇതിനെ നമ്മളൊന്ന്, അല്ലെങ്കിൽ y = sin θ എന്താണെന്ന് വിചാരിച്ചോ. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ത്? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ dy/dθ ചെയ്യുന്നു. അപ്പൊ എന്താണ് sin θയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? cos θ ആണ്. ഇതിനെ ഒന്നുകൂടെ ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് d²y/dθ² ആകാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്നാ ചെയ്താൽ മതി? കോസ് തീറ്റയെ ഒന്നുകൂടെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടും? -sin θ. അപ്പൊ ഇത് ഈ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഏതൊരു ടൈപ്പ് ഫംഗ്ഷന്റെയും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. y = e⁻ log x, ഫൈൻഡ് dy/dx. അപ്പൊ e⁻ log x വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണാം എന്താണ്? ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ആണ്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വഴി ചെയ്യാമെന്ന്. അങ്ങനെയും ചെയ്യാം, ഇതിനെ വേറെയും ചെയ്യാം. എങ്ങനെയാ മക്കളെ? ചെയിൻ റൂൾ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. y = e⁻ log x. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്നാ വരും? dy/dx. e⁻x ഡെറിവേറ്റീവ് എന്താ മക്കളെ? e⁻x തന്നെയാണ് അല്ലേ? സോ ഇവിടെ e⁻ log x ഡെറിവേറ്റീവ് e⁻log x തന്നെയാണ്. ഇൻറ്റു ആരുടെ ഡെറിവേറ്റീവ് കൂടെ കാണണം? log x ഡെറിവേറ്റീവ് കൂടെ കാണണം. ദാറ്റ് ഈസ് 1/x. സോ e⁻log x / x എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്.
വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാമല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡ് ലോഗ് അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. അന്നേരം ലോഗി എന്ന് വരും. ലോഗിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്താലും ഇതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു പൈ. ഇത് കണ്ടിട്ട് എന്നാ പോലെ തോന്നുന്നു? ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പോലെ തോന്നുന്നു അല്ലേ? സോ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു പൈ. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇനി എന്താ ചെയ്യണം? എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ്. പൈ ഇസ് എ കോൺസ്റ്റന്റ്, സോ അതിന് ആൻസർ 0. സോ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. d by dx of root sin x. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. d by dx of root sin x. നിങ്ങൾ ഡയറക്റ്റ് റിസൾട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താ മക്കളെ? ഈ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? സൈൻ എക്സ് ആ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 1/2 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. അത് ഇത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓക്കെ അല്ലേ? ചെയിൻ റൂൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ഫൈൻഡ് dy ബൈ ഡി എക്സ് എന്നാണ് ചോദ്യം. y പ്ലസ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പാണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഇതിനെ എങ്ങനെ ചെയ്താൽ മതി? രണ്ട് സൈഡ് ഒരേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് dy ബൈ ഡി എക്സ് അങ്ങ് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ പോരെ? അപ്പൊ നോക്കിയേ. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. So dy by dx plus cos y is equal to cos y into dy by dx കൂടെ വരണം കേട്ടോ. അത് മറന്നു പോകല്ല. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx കൂടെ എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആകും. അവിടെ അപ്പോൾ ഒന്നും എടുക്കണ്ട. ഇനി ഇവിടുന്ന് dy by dx അറേഞ്ച് ചെയ്ത് എഴുതുക. ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇതിൽ നിന്ന് dy by dx എന്ത് കിട്ടും? dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്നാ കിട്ടുന്നത്? മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ. ഫൈൻഡ് dy ബൈ ഡി എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഇതൊരു ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ആണോ? അല്ല, ഇതൊരു പാരാമെട്രിക് ഫോം ആണ് അല്ലേ? പാരാമീറ്റർ ഏതാണ് ഇവിടുത്തെ? ടി ആണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാവുന്ന നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യന് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി. അപ്പൊ പാരാമീറ്റർ ടി ആയതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ ടി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി കാണുമ്പം ലോഗ് ടി എന്താണ്? 1/t. dy ബൈ ഡി ടി കാണുമ്പം സൈൻ ടി എന്താണ്? കോസ് ടി എന്ന് വരും. നമുക്ക് കാണേണ്ട എന്താണ്? dy ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. സോ dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കോസ് ടി ഡിവൈഡഡ് ബൈ 1/t ആൻഡ് ടി ഇൻറ്റു കോസ് ടി. ആൻസർ കിട്ടിയില്ലേ dy ബൈ ഡി എക്സിന്റെ? ഓക്കെ, ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടുമല്ലോ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാൽ മക്കളെ. ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചോദിച്ചത്. 4 മാർക്കിന് ചോദിക്കാം, 2 മാർക്ക് വീതം ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് 1 മാർക്കും 2 മാർക്കും വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റിനായിട്ട് അവർ എന്ത് തന്നിരിക്കുന്നു? y is equal to 3 sin x plus 2 cos x എന്ന് തന്നേക്കുന്നു. എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? d2y ബൈ dx² പ്ലസ് y ഇസ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ LHS എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു RHS എന്ന് കാണിച്ചു കൊടുത്താൽ മതി. LHSൽ അപ്പോൾ എന്തൊക്കെ വേണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. dy ബൈ dx ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് 2 ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് -2 സൈൻ എക്സ്. ഇനി d2y ബൈ dx² ഒന്ന് ചെയ്തേ. എങ്ങനെ ആയിരിക്കും? -3 sin x -2 cos x.
ഇനി പ്രൂവ് ചെയ്യണ്ടേ ആ LHS ഇങ്ങോട്ട് എടുക്കുക. d²y/dx² പ്ലസ് y which is equal to -3 sin x -2 cos x. y എന്തായിരുന്നു മക്കളെ? 3 sin x പ്ലസ് 2 cos x. നോക്കിക്കേ, ഇത് കട്ടാകും, ഇതും കട്ടാകും. ഈക്വൽ ടു 0 ഈക്വൽ ടു RHS എന്ന് കിട്ടിയില്ലേ? അപ്പം ഇതിനും ഫുൾ മാർക്ക് തന്നെ മേടിക്കാം. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഫുൾ മാർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് മേടിക്കെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അടുത്ത ഒരു ചാപ്റ്റർ ആണ് എന്ത്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. പൊതുവെ ഇച്ചിരി പാടെന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ എന്താണ്, ഇതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആദ്യത്തെ ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്, നമ്മൾ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ എന്തറിഞ്ഞിരിക്കണം? ആ വോളിയം, സർഫസ് ഏരിയ. ചിലപ്പോൾ ക്യൂബിൻ്റെ വോളിയം ആയിരിക്കാം ചോദിക്കുന്നത്, ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ ആയിരിക്കും ചോദിക്കുന്നത്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ, അല്ലെങ്കിൽ പെരിമീറ്റർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ മുതലേ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഒക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പം മറന്നു പോയിട്ടുള്ളവർ ആ ചാപ്റ്ററൊക്കെ ഒന്ന് എടുത്ത് നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലാസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തേക്കണം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 6 സെൻറ്റിമീറ്റർ. അപ്പം നോക്കിയേ മക്കളെ, ഏരിയ ഓഫ് എ സർക്കിൾ എന്തായിരുന്നു? πr² അല്ലേ? സോ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? dA/dr ആണ് ചെയ്യുന്നത്. സോ പൈ ഈസ് എ കോൺസ്റ്റന്റ്. അതിന് അങ്ങനെ തന്നെ അവിടെ വെക്കുക. r² എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്? 2r. വിത്ത് റെസ്പെക്ട് ടു r ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സോ 2πr. ഇനി എന്നാ പറഞ്ഞിരിക്കുന്നത്? dA/dr at r is equal to 6 centimeter which is equal to 2π into 6 which is equal to 12π അല്ലേ? 12π ഇതിൻ്റെ ആൻസർ കിട്ടി. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ റേഡിയസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ. അപ്പോൾ ആ യൂണിറ്റ് കൂടെ ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ. അടുത്ത നമ്മുടെ ടോപ്പിക് ഏതായിരുന്നു? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. എല്ലാ വർഷവും ചോദിക്കാറുണ്ട് മക്കളെ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും, അതായത് f(x) നിങ്ങൾക്ക് തരും. ചിലപ്പം ചോദിക്കുന്നത് ഫൈൻഡ് ദ ഇന്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്താണ്? ഇൻക്രീസിങ് ആയിട്ട് എടുത്ത് വേണേൽ ചോദിക്കാം, ഇൻക്രീസിങ് ആയിട്ട് വരുന്ന ഇൻട്രവൽ ഏതാണ്, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിട്ടുള്ള വരുന്ന ഇൻട്രവൽ ഏതാണ്. അങ്ങനെ ഓരോന്നും എടുത്ത് വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. Let f(x) is equal to x² minus 4x plus 6. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് f'(x), അതായത് ഡെറിവേറ്റീവ് കാണുക. f(x) എന്ന് പറയുന്നത് x² minus 4x plus 6 ആണ്. f'(x) ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 4 ആണ്. ഓക്കെ അല്ലേ? ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ ടോട്ടൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആകാം. ഓക്കെ, അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടി ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻഡ് ദ ഇന്റർവൽ ഇൻ വിച്ച് എഫ് ഈസ് ഇൻക്രീസിങ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓഫ് എ ഫംഗ്ഷന്റെ എന്താണ് പ്രൊസീജിയർ എന്തായിരുന്നു മക്കളെ? അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആദ്യം f(x) തരും, നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം, അതിനുശേഷം അത് ഈക്വൽ ടു 0 ചെയ്തു, എക്സിന് കുറച്ച് വാല്യൂസ് ഒക്കെ കിട്ടി, സപ്പോസ് x1 x2 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂസ്. ഞാൻ എക്സാമ്പിൾ പ്രൊസീജിയറാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ അതിനെ പറയുന്നത് കേട്ടോ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ ലൈനിൽ -∞, ഇൻഫിനിറ്റി എന്നിട്ട് ഈ കിട്ടിയ പോയിന്റ്സ് എല്ലാം അങ്ങോട്ട് മാർക്ക് ചെയ്തു, എക്സിന് കിട്ടിയ വാല്യൂസ്. അതിനുശേഷം എന്നാ ചെയ്തു? ഇതിനെ ഇൻട്രവലിൽ എഴുതി, -∞ x1 x2 അതുപോലെ x2 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് ഇതിനെ ഇൻട്രവലിൽ എഴുതി. ഇനി എന്നാ ചെയ്തേ? ഓരോ ഇൻട്രവലിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ, അതിൻ്റെ ഇടയിൽ ഇഷ്ടമുള്ള വാല്യൂ എടുത്ത് എവിടെ ഇട്ട് കൊടുക്കണം?
ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തെറ്റിപ്പോകല്ലോ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷിൽ വേണം ഇട്ട് കൊടുക്കാൻ, എഫ് ഓഫ് എക്സിൽ ഒന്ന് ഇട്ട് കൊടുത്തേക്കല്ലേ. സോ എഫ് ഡാഷ് എക്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആണ്. ഇനി സപ്പോസ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ ഒരു വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ആണ്. സോ അപ്പോൾ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവൽ ഏതാണെന്ന് നോട്ട് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവൽ ഏതാണെന്ന് നോട്ട് ചെയ്യുക. ഇതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓഫ് എ ഫംഗ്ഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഡാഷിലാണെന്നുള്ളതാണ്. എഫ് ഓഫ് എക്സിൽ എടുത്തിട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാവേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ മക്കളെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഡിഫറൻഷിയേറ്റ് ചെയ്തു. അന്നേരം നമുക്ക് 2x മൈനസ് 4 എന്ന് കിട്ടി. ഇതിനെ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2x ഇസ് ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 4/2, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടി. ഇനി എന്നാ ഞാൻ പറഞ്ഞേ, ഒരു നമ്പർ ലൈനിൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൽസ് ഏതൊക്കെയാണ്? മൈനസ് ഇൻഫിനിറ്റി 2ഉം 2 ഇൻഫിനിറ്റി. ഇത് നിങ്ങൾ ഇൻ്റർവെലൊക്കെ എഴുതാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എവിടെ ഇട്ട് കൊടുക്കേണ്ടത്? അതാണ്ട് എഫ് ഡാഷ് എക്സ്. അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ അതൊരു ബോക്സിനകത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുക. ഓക്കെ, ഈ മൈനസ് ഇൻഫിനിറ്റി 2 എന്ന് പറയുമ്പോൾ അതിനിടയിലെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാ? 0യോ 1ഓ എന്തെങ്കിലും ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഞാൻ എന്താണ് 0 ആയിട്ട് കൊടുക്കുന്നത്. അപ്പം എന്ത് വരും? 2 × 0 - 4, ആൻസർ -4 എന്ന് കിട്ടുക. ദാറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആകുമ്പോൾ എങ്ങനെയാ? ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് എന്നാണ് അല്ലേ. അടുത്ത ഇൻ്റർവെല്ലിൽ നോക്കിയാൽ മക്കളെ, ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് 3 എന്ന് വല്ല ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നാ വരും? 2 × 3 -4, ദാറ്റ് ഈസ് 6 - 4, ആൻസർ ഈസ് 2, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? ഇന്റർവെൽ ഇൻ വിച്ച് ദ എഫ് ഈസ് ഇൻക്രീസിങ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. therefore എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ 2 ഇൻഫിനിറ്റി എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ 2 ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ 3 മാർക്കും മേടിച്ചോണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമയാണ്. അത് 2 ടൈപ്പാണ്, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. ദെൻ ആബ്സല്യൂട്ട് മാക്സിമ, ആബ്സല്യൂട്ട് മിനിമ ക്വസ്റ്റ്യൻസ്. അതിലെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമയിൽ ഞാൻ അതിൻ്റെ പ്രൊസീജിയറും കൂടെ ജസ്റ്റ് ഒന്ന് എളുപ്പം പറഞ്ഞുതരാം. നമുക്ക് കൂടുതലും ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. അപ്പം മാക്സിമ, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമയിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. രണ്ട് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്. പക്ഷെ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. അതാണ് കുറച്ചുകൂടി ഈസി അല്ലേ. അതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഈക്വേറ്റ് ടു 0 ചെയ്യുക, എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും, x1 x2. ആ ഒരു വാല്യൂസിനെ നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. ആ എഫ് ഡാഷ് ഓഫ് എക്സിൽ ആരെ ഇട്ട് കൊടുക്കണം? ഈ ക്രിട്ടിക്കൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം ഗ്രേറ്റർ ദാൻ 0 കിട്ടിയാൽ എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ 0 കിട്ടുവാണെങ്കിൽ x1 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മിനിമ, ലോക്കൽ മിനിമ. ഗ്രേറ്റർ ദാൻ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ എന്നാണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് x2 ഇട്ട് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 കിട്ടിയാൽ x2 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്നാണ് പറയുന്നത്. പോയിന്റ്. അപ്പം പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി എന്താ? കറസ്പോണ്ടിങ് വാല്യൂ വേണ്ടേ? അപ്പോൾ ആ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കേണ്ടത്? ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കണം. ആരെ ഇട്ട് കൊടുക്കണം? x1നെയും x2നെയും ഇട്ട് കൊടുക്കണം. x1നെ ഇട്ട് കൊടുക്കുമ്പോൾ ആരെ നമുക്ക് കിട്ടും? ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ x2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് x2 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. അടുത്ത ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? വെക്റ്റർ ആൾജിബ്രയും 3 ഡയമെൻഷണൽ ജോമെട്രിയും അല്ലേ. അതിൽ വെക്റ്റർ ആൾജിബ്രയിൽ നമ്മൾ വെക്റ്റർ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് നോക്കി. ഇപ്പോൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു MCQ ചോദ്യങ്ങൾ വരാം.
അതിനുശേഷം നമ്മൾ പഠിച്ച അഡീഷൻ ഓഫ് ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സ് അല്ലെ, അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ്, സബ്ട്രാക്ഷൻ ഓഫ് 2 വെക്ടേഴ്സ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ. ഏതായിരുന്നു 2 ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് ആണ്. എന്തായിരുന്നു എ ഡോട്ട് ബി എന്നൊക്കെ പറയുന്നത്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഇനി എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ എന്നായിരുന്നു അല്ലേ. അതുപോലെ ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു മക്കളെ? 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ 2 കോൺസെപ്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഡോട്ട് പ്രോഡക്റ്റിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ. എന്തായിരുന്നു പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ എന്ന് പറയുന്നത്? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ അല്ലേ. അതായിരുന്നു പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടറിന്റെ ചോദ്യം. ഇനിയും ഏരിയ ഓഫ് എ പാരലോഗ്രാം, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചോദ്യം വരാം. അതിലെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്തായിരുന്നു? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് ബി സി എന്ന് പറയും. അതായത് അഡ്ജസൻറ്റ് സൈഡിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടും. അടുത്ത ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. എങ്ങനെയാണ് ഏരിയ ഓഫ് പാരലോഗ്രാം കാണുന്നത്? ഒരു പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, അതായത് എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ I + 3j + 7k ഓൺ ദ വെക്ടർ. അപ്പോൾ ഇതിവിടെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ലെറ്റ് എ വെക്ടർ ഇസ് ഈക്വൽ ടു I + 3j + 7k എന്ന് എഴുതുക. Then b vector is equal to 7i - j plus 8k. Projection of a vector on b vector. ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ ഫോർമുല അങ്ങോട്ട് എഴുതുക. a vector dot b vector divided by magnitude of b vector. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ് മക്കളെ? 1 × 7 plus 3 × -1 plus 7 × 8 divided by magnitude of b എന്ന് പറയുന്നത് എന്താണ്? 7 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് വരും. which is equal to എന്താണ്? 7 - 3 plus 56 divided by root of 7 square 49 plus 1 plus 64 അല്ലേ. അപ്പോൾ 56 + 4 60 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 50 + 64 വരുമ്പോൾ 114 എന്ന് വരും. സോ 60 ബൈ റൂട്ട് ഓഫ് 114 എന്ന് വരും ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാവേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ വെക്ടർ ബി വെക്ടർ തന്നിട്ടുണ്ട്. ദെൻ എ ക്രോസ് ബി ആണ് കാണേണ്ടത്. എങ്ങനെയായിരുന്നു മക്കളെ എ ക്രോസ് ബി കാണുന്നത്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് I j k എന്ന് എഴുതുക. അതിനുശേഷം എ വെക്ടറിൻ്റെ കമ്പോണൻസ് എഴുതുക 2 1 3. ദെൻ ബി വെക്ടറിൻ്റെ കമ്പോണൻസ് 8 4 12 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. I × അതിൻ്റെ റോയും കോളവും പോകുമ്പോൾ 12 - 12 - j × 24 - 24 പ്ലസ് k × 8 - 8. ഇവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത് അല്ലേ. 0i + 0j + 0k അല്ലെങ്കിൽ 0 വെക്ടർ എന്ന് വേണമെങ്കിലും എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ഗിവൺ. അതായത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. നോക്കിക്കോണേ മക്കളെ. ഒരു വെക്ടർ എ വെക്ടർ ആണ്,
അടുത്ത വെക്ടർ ബി വെക്ടർ ആണ്. ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? എ വെക്ടർ ക്രോസ് ബി വെക്ടർ ആണ്. എന്താണ്? എ വെക്ടർ ക്രോസ് ബി വെക്ടർ ആണ് എ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഇവിടുത്തെ ചോദ്യം ആ പെർപെൻഡിക്കുലർ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ് ചോദ്യം. അപ്പൊ ആദ്യം നമ്മൾ എന്നാ കാണണം? എ ക്രോസ് ബി കാണണം. അതിന്റെ ക്യാപ്പ്, അതായത് യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് എങ്ങനെയായിരുന്നു? എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ് അല്ലേ, അതിന്റെ യൂണിറ്റ് വെക്ടർ. അപ്പൊ ആദ്യം കാണേണ്ടത് എ ക്രോസ് ബി ആണ് കാണേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ, ദെൻ 2 1 3 3 5 -2 I into -2 -15 minus j into -4 -9 plus k into 10 minus 3. Answer is -17i plus 13j plus 7k എന്ന് കിട്ടി. ഇനി എന്നാ മക്കളെ ഇതിൻ്റെ ചെയ്യേണ്ടത്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡോട് ഒന്ന് കണ്ടേക്കാവേ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -17 the whole square plus 13 the whole square plus 7 the whole square. 17 square is 289 plus 169 plus 49 എന്നാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 507 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 507 which is equal to 13√3 എന്ന് എഴുതാവേ. 13√3. അപ്പോൾ ഇവിടെ ലെറ്റ് എ വെക്ടർ ക്രോസ് ബി വെക്ടറിനെ നമുക്ക് സി വെക്ടർ എന്ന് പറഞ്ഞ് വിളിക്കാം. സേ therefore യൂണിറ്റ് വെക്ടർ സി ക്യാപ് ഇസ് ഈക്വൽ ടു സി വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ ആണ് അല്ലേ. അപ്പൊ സി വെക്ടർ എന്താണ്? -7i പ്ലസ് 13j പ്ലസ് 7k ഡിവൈഡഡ് ബൈ 13√3. വേണമെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നിനും 13√3 എന്ന് കൊടുക്കുക. അതായത് -17 by 13√3i പ്ലസ് 13 by 13√3j പ്ലസ് 7 by 13√3k എന്ന് പറഞ്ഞും കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇതൊരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ് ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ ഗിവൺ. അപ്പോൾ ഒരു പാരലോഗ്രത്തിന്റെ എ വെക്ടറും ബി വെക്ടർ അഡ്ജസന്റ് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ക്രോസ് ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എന്നാ ചെയ്യണം? ആദ്യം എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി എങ്ങനെയാണ് കാണേണ്ടത്? ഡിറ്റർമിനന്റ് ഐ ജെ കെ, ദെൻ 3 1 4 1 minus 1 1 I into 1 plus 4 minus j into 3 minus 4 plus k into -3 minus 1 5i minus 1 minus 1 minus 1 plus j minus 4k എന്ന് കിട്ടി. ഏരിയ is equal to magnitude of a cross b root of 5 square plus 1 square plus -4 the whole square, that is root of 25 plus 1 plus 16 എന്ന് കിട്ടും. 17 plus 25 ചെയ്യുമ്പം √42 എന്ന് പറഞ്ഞ് കിട്ടി. ഇത് ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അടുത്ത സിമ്പിൾ ചാപ്റ്റർ ആണ് 3 ഡയമെൻഷണൽ ജോമെട്രി. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോസിനെ പറ്റിയാണ്. ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ LMN, L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma. ഡയറക്ഷൻ റേഷ്യോസ് ഏതാണ്? ABC. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റല്ലേ? അപ്പോൾ ABC തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ കാണാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ മക്കളെ. L is equal to a by root of a square plus b square plus c square, M is equal to b by root of a square plus b square plus c square, and N is equal to c by root of a square plus b square plus c square. അതുപോലെ തന്നെ ഡയറക്ഷൻ
കൊസൈനുകളുടെ റിലേഷൻ ഉണ്ടായിരുന്നു L² + M² + N² = 1, അല്ലെങ്കിലോ cos² α + cos² β + cos² γ = 1 എന്ന് പറഞ്ഞ റിലേഷനും ഉണ്ട് അല്ലേ. ഇവിടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. എന്തായിരുന്നു മക്കളെ? ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ഓർ ഇഫ് ദ ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ എന്ന് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ആർ പ്രിപ്പോർഷണൽ. A1/A2 = B1/B2 = C1/C2 ആണ്. ഇഫ് ടു ലൈൻസ് ആർ perpendicular, then A1A2 plus B1B2 plus C1C2 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ രണ്ട് കോൺസെപ്റ്റും കൂടെ അല്ലെങ്കിൽ ആ കണ്ടീഷൻസും കൂടെ ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചതാണ് വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും പഠിച്ചായിരുന്നു. വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ വെക്റ്റർ എന്ന് പറയുമ്പോൾ ആ വെക്റ്റർ ഇക്വേഷൻ എന്തായിരുന്നു? വെക്റ്റർ ഇക്വേഷൻ R vector is equal to A plus lambda B vector ആയിരുന്നു. അതിനുശേഷം കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? x minus x1 by a which is equal to y minus y1 by b which is equal to z minus z1 by c എന്ന് പറഞ്ഞു. അതായത് ലാംഡയെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷനാണ് ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. അതിൻ്റെ വെക്റ്റർ ഇക്വേഷനും പഠിച്ചായിരുന്നു, കാർട്ടീഷ്യൻ ഇക്വേഷനും പഠിച്ചായിരുന്നു അല്ലേ. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് b1 വെക്റ്റർ ഡോട്ട് b2 വെക്റ്റർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 വെക്റ്റർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b2 വെക്റ്റർ എന്നാണ് വെക്റ്റർ ഇക്വേഷൻ. ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? ഓർ കൊടുക്കാം. cos θ is equal to A1A2 plus B1B2 plus C1C2 divided by root of A1² plus B1² plus C1² into root of A2² plus B2² plus C2². ഇതായിരുന്നു കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. നിങ്ങൾക്കറിയാം രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അത് ആ കോൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചോണേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. സോ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. പിന്നുള്ള രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് ഏതാണ്? സ്ക്യൂ ലൈൻസും പാരലൽ ലൈൻസും ആണ്. ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻസ് അല്ലേ. ഇനി സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാരലലും അല്ല, നൈദർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് രണ്ട് ഡിഫറെന്റ് പ്ലെയിൻസിലുള്ള ലൈൻസിനെയാണ് സ്ക്യൂ ലൈൻസ് എന്നും പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലൈൻസ് എന്നായിരിക്കും. അപ്പം അതിനകത്ത് അവർ സ്പെസിഫൈ ചെയ്യത്തില്ല പാരലൽ ആണോ സ്ക്യൂ ആണോ എന്ന്. നമ്മളാണ് മനസ്സിലാക്കുന്നത് അത് പാരലൽ ആണോ സ്ക്യൂ ആണെന്ന്. അതപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള ബി വെക്ടറും കൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നത്. അതായത് രണ്ട് ലൈൻസ് ഇപ്പൊ നോക്കിയാൽ മക്കളെ, ഇവിടെ ആദ്യത്തെ ലൈൻ ഇതാണ്, രണ്ടാമത്തെ ലൈൻ ഇതാണ്. ഇതിലെ B1 വെക്ടറും B2 വെക്ടറും കണ്ടോ? സോ B1 വെക്ടർ ഈസ് ഈക്വൽ ടു B2 വെക്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ കോമൺ ആയിട്ടൊരു B വെക്ടർ എന്ന് എടുത്തിട്ട് അത് എന്ത് ലൈനാണ്? അത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ. അതേസമയം B1 വെക്ടർ ഈസ് നോട്ട് ഈക്വൽ ടു B2 വെക്ടർ ആണെങ്കിൽ അത് എന്ത് ലൈൻസ് ആയിരിക്കും? അത് സ്ക്യൂ ലൈൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ B1 ഈസ് നോട്ട് ഈക്വൽ ടു B2 ആണെന്നുണ്ടെങ്കിൽ സ്ക്യൂ ലൈൻസ് ആയിരിക്കും. അതിൻ്റെ വെക്ടർ മെത്തേഡും കാർട്ടീഷ്യൻ മെത്തേഡും ഇവിടെ തന്നിട്ടുണ്ട്. എന്തായിരുന്നു മക്കളെ വെക്ടർ മെത്തേഡ് എന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സോ ഇതിൻ്റെ നമ്മൾ എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്, പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. അടുത്തത് കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ പറ്റുമെങ്കിൽ രണ്ടും പഠിച്ചു വെക്കുക. എങ്ങനെയാണെങ്കിലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ. അടുത്ത പാരലൽ ലൈൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? ഈ B1 B2 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഫോർമുല വരുന്നത് B വെക്ടർ ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B വെക്ടർ എന്നായിരിക്കും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളാണ് മനസ്സിലാക്കുന്നത് എന്ത് തന്നിരിക്കുന്ന ലൈൻസ് പാരലൽ ആണോ സ്ക്യൂ ആണോ എന്നും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x/2 is equal to y/2
ഇസ് ഈക്വൽ ടു z/2. അതിൽ നിന്ന് എന്ത് വെക്ടർ ഇക്വേഷൻ എഴുതാൻ. അപ്പം നിങ്ങൾക്ക് അറിയാം എന്ത് എക്സ് മൈനസ് x1/a ഇസ് ഈക്വൽ ടു y മൈനസ് y1/b ഇസ് ഈക്വൽ ടു z മൈനസ് z1/c ആണ് കാർട്ടീഷ്യൻ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 0/2 y മൈനസ് 0/2 z മൈനസ് 0/2 എന്ന് എഴുതാം. അപ്പോൾ എന്തായിരുന്നു വെക്റ്റർ ഇക്വേഷൻ? വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ വെക്റ്റർ ഇസ് ഈക്വൽ ടു എ വെക്റ്റർ പ്ലസ് ലാംഡ ബി വെക്റ്റർ എന്നാണ്. എ വെക്റ്ററിനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? x1 ആയി പ്ലസ് y1j പ്ലസ് z1k. അതായത് ആ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? x1 y1 z1 അല്ലേ. എ വെക്ടർ എന്ന് പറയുന്ന ആ ഗിവൺ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിരുന്നു. അതിന്റെ കമ്പോണന്റ് ഫോം ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇനി ബി വെക്ടർ എന്തായിരുന്നു? പാരലൽ വെക്ടർ, ലൈൻ പാരലായിട്ടുള്ള വെക്ടറാണ് ബി വെക്ടർ. അത് എഴുതുന്നത് എങ്ങനെയായിരുന്നു? കമ്പോണന്റ് ഫോമിൽ ai പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്നായിരുന്നു. വേറെ എ ബി സി എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് കിട്ടിയല്ലോ. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. x1 y1 z1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു 0 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു 2y പ്ലസ് 2j പ്ലസ് 2k എന്ന് എഴുതാം. അപ്പോൾ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാൽ അതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതാമല്ലോ, ഈസി ആയിട്ട് എഴുതാം അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എൽ എം എൻ ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. നമുക്കറിയാം L² പ്ലസ് M² പ്ലസ് N² എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈക്വൽ ടു 1 ആയിരുന്നു. അപ്പോൾ അത് ആ റിലേഷൻ ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ വർഷവും എന്ത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഹൂസ് വെക്ടർ ഇക്വേഷൻ ആർ ഗിവൺ. രണ്ട് ലൈൻസിന്റെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ A1 വെക്ടർ, ഇത് B1 വെക്ടർ, ഇത് A2 വെക്ടർ ആണ്, ഇതെന്ന് പറയുന്നത് B2 വെക്ടർ ആണ്. അപ്പോൾ എന്ത് ലൈൻസ് ആണെന്ന് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, B1 ഈസ് ഈക്വൽ ടു B2 ആണോ? അല്ല, B1 ഈസ് നോട്ട് ഈക്വൽ ടു B2 ആ. അപ്പോൾ ഇത് എന്ത് ലൈൻസ് ആണ്? ഇത് സ്ക്യൂ ലൈൻസ് ആണെന്ന് തീരുമാനിക്കാം. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? സ്ക്യൂ ലൈനിന്റെ ഫോർമുല എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ സ്ക്യൂ ലൈനിന്റെ ഫോർമുല എന്തായിരുന്നു? D ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് B1 ക്രോസ് B2 dot A2 minus A1 divided by absolute value of B1 cross B2 or magnitude of B1 cross B2. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഫൈനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ അവിടെ തന്നെ എഴുതുമ്പോഴത്തേന് തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് A2 വെക്ടർ മൈനസ് A1 വെക്ടർ എഴുതാം. ഇതെല്ലാം എഴുതണേ. ഞാനിപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നേ ഉള്ളൂ. 2 മൈനസ് 1 എന്ന് പറയുന്നത് I ആണ്. -1 എന്ന് പറയുമ്പോൾ -2j, -1 എന്ന് പറയുമ്പോൾ -2k ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് B1 വെക്ടർ ഡോട്ട് B2 വെക്ടർ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് IJK കാണണം. B1 എന്ന് പറയുമ്പോൾ 2 - 1 1, B2 എന്ന് പറയുമ്പോൾ 3 - 5 2. ഒന്ന് കണ്ടേ മക്കളെ, I ഇൻറ്റു -2 + 5 - j ഇൻറ്റു 4 - 3 പ്ലസ് k ഇൻറ്റു -10 + 3. So 3i - j -7k. ഓക്കെ, B1 ക്രോസ് B2 കിട്ടി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് B1 ക്രോസ് B2 എന്ന് പറയുമ്പം റൂട്ട് ഓഫ് 3² plus -1 the whole square plus -7 the whole square, which is equal to root of 9 plus 1 plus 49, 50 plus 9 59, root 59 എന്ന് കിട്ടി. ഇനി ഡോട്ട് പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇട്ടാൽ മതി. D is equal to absolute value of 3i - j -7k dot A2 - A1 I - 2j -2k ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 59 അത് കണ്ടുവച്ചിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 1 3, -1 × -2 is +2, -7 × -2 is +14, ഡിവൈഡഡ് ബൈ റൂട്ട് 59. ആൻസർ എത്ര കിട്ടും?
19/√59 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിന്റെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എപ്പോഴും ഇതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 5 ചാപ്റ്റർ അല്ലേ, ഈസി ആയിട്ടുള്ള 5 ചാപ്റ്റർ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ വെയിറ്റേജ് എല്ലാം നിങ്ങൾ നോക്കി. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്, അതുപോലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.